നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൂട്ടാളിയുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. താൻ ദരിദ്രൻ ആണെന്നാണ് പ്രവീൺ റാണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, എന്താണ് റാണയെ ഇന്നലെ മുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എന്തൊക്കെ വിവരങ്ങളാണ് റാണയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്? കേസുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി. ധന്യ, നിക്ഷേപ തട്ടിപ്പ് കേസിൽ സേഫ് ആൻഡ് സ്ട്രോങ് ഉടമയായ പ്രവീൺ റാണയുടെ അറസ്റ്റ് അല്പം മുമ്പാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൃശൂരിലെ വിയൂർ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ വഞ്ചനാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ബഡ്സ് ആക്ടും പ്രവീൺ റാണയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം പ്രവീൺ റാണയുടെ ഒരു ബിസിനസ് പങ്കാളിയിലേക്കാണ് അന്വേഷണം നീളുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ ബിസിനസ് പങ്കാളിയെ ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുകയാണ്. ഇയാൾക്ക് റാണ 13 കോടി രൂപ നൽകി എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പണം, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഹാർഡ് ഡിസ്ക് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം റാണയുടെ കൂട്ടാളിയായ നവാസും പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ, റാണ നടത്തിയ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റാണയുടെ പേരിലുള്ളത് ആകെ 55 സെന്റ് സ്ഥലം മാത്രമാണ്. പാലക്കാടാണ് ഈ സ്ഥലം ഉള്ളത്. ഏതായാലും റാണയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഈ കണ്ണൂർ സ്വദേശിയായ ബിസിനസ് പങ്കാളിയാണ് എന്നാണ് പറയുന്നത്. ഏതായാലും പ്രവീൺ റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ രാവിലെയോടുകൂടി പ്രവീൺ റാണയെ കോടതിയിൽ ഹാജരാക്കും. ശരി, നന്ദി സുവി.